സിറ്റ് ഔട്ട് അവിടെ ചെയ്യാം, നമുക്ക് ലിവിങ് ചെയ്യാം. പിന്നെ ടോയ്ലറ്റ് അവിടെ, ടോയ്ലറ്റ് എപ്പോഴും 4 മൂലകൾ ഒഴിവാക്കി ചെയ്യണത് നല്ലത്. എപ്പോഴും മിഡിലാക്കി ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ തെക്ക് കിഴക്കും ടോയ്ലറ്റ് ഒഴിവാക്കേണ്ടത് ടോയ്ലറ്റാണ്. പക്ഷേ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ പാടില്ല, അതുകൂടി ഒന്ന് പറഞ്ഞുതരാമോ? വടക്ക് കിഴക്ക് ഒരു കാരണവശാലും നമ്മൾ ടോയ്ലറ്റ്, ബാത്റൂം അവിടെ സെറ്റ് ചെയ്യരുത്. പിന്നെ വരുന്നത്, അതായത് മീനം രാശി വരുന്ന ആ ഭാഗം ബാത്റൂം വരാൻ പാടില്ല. പിന്നെ വരുന്നത് സ്റ്റെയർ കേസ്, അത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും സ്റ്റെയർ കേസ് ഇൻസൈഡോ ഔട്ട്സൈഡോ സ്റ്റെയർ കേസ് മീനം രാശി വടക്കിഴക്ക് വരുന്ന ഭാഗം കൊടുക്കരുത്. പിന്നെ വരുന്നത് വടക്കിഴക്ക് ബെഡ്റൂം സെറ്റ് ചെയ്യരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വടക്കിഴക്ക് ഒഴിവാക്കണം. സ്റ്റെയർ കേസ്, ടോയ്ലറ്റ്, ഈ പറയുന്ന ബെഡ്റൂം, ഈ 3 കാര്യങ്ങൾ അവിടെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ആ ഭാഗം നമുക്ക് നല്ല രീതിയിൽ ആ ദിക്കിൻ്റെ നേട്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും സ്റ്റെയർ കേസ് വരാൻ പാടില്ല. അതായത് ഈ പറയുന്ന മീനം രാശി, അതായത് വടക്ക് കിഴക്കിൻ്റെ ആ ഒരു ഡിഗ്രി ഉണ്ട്, ആ ഡിഗ്രിക്കുള്ളിൽ ഈ പറയുന്ന സ്റ്റെയർ കേസോ ടോയ്ലറ്റോ പിന്നെ ഈ പറയുന്ന വടക്ക് കിഴക്ക് ബെഡ്റൂമോ നമുക്ക് ചെയ്യരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈശാന കോണിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം. പിന്നെ വരുന്നത് തെക്ക് കിഴക്ക് നമുക്ക് അടുക്കളക്ക് സ്ഥാനം പറഞ്ഞല്ലോ, ചെയ്യാം, കുഴപ്പമില്ല. സിറ്റ് ഔട്ട് അവിടെ ചെയ്യാം, നമുക്ക് ലിവിങ് ചെയ്യാം. പിന്നെ ടോയ്ലറ്റ് എപ്പോഴും 4 മൂലകൾ ഒഴിവാക്കി ചെയ്യണത് നല്ലത്. എപ്പോഴും മിഡിലാക്കി ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ തെക്ക് കിഴക്കും ടോയ്ലറ്റ് ഒഴിവാക്കേണ്ടത് ടോയ്ലറ്റാണ്. പിന്നെ ബെഡ്റൂം, അത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ബെഡ്റൂം നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം പറ്റുള്ളൂ. അതായത് ദമ്പതികൾക്ക് ഒരിക്കലും തെക്ക് കിഴക്ക് ബെഡ്റൂം സൂട്ടബിൾ അല്ല. പിന്നെ 15+ ആയവർക്ക് നമുക്ക് ഉപയോഗിക്കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗസ്റ്റ് ബെഡ്റൂമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഒഴിവാക്കുക. ഈ പറയുന്ന അടുക്കളയോ ലിവിങ്ങോ സിറ്റ് ഔട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് തെക്ക് കിഴക്ക് ആവാം. പിന്നെ വരുന്നത് തെക്ക് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം മാത്രം നമുക്ക് ഏത് ദിക്കിലോട്ടുള്ള ദർശനമാണെങ്കിലും, വീടിന് ഏത് ദിക്കിലോട്ട് ഫേസ് ആണെങ്കിൽ പോലും തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് കന്നിമൂല ഭാഗം ബെഡ്റൂം വരാൻ പാടുള്ളൂ. അവിടെ ഒരു കാരണവശാലും സിറ്റ് ഔട്ടോ ലിവിങ് റൂമോ ടോയ്ലറ്റോ ഒരു കാരണവശാലും ഈ കന്നിരാശി ഭാഗത്ത് ആ ഡിഗ്രിക്കുള്ളിൽ ഒരു കാരണവശാലും ഒരു പ്ലാന്റ് ചെയ്യുമ്പോൾ കൊടുക്കരുത്. അവിടെ അത് നിർമ്മിതികളെല്ലാം ഒഴിവാക്കി തന്നെ ചെയ്യണം. ബെഡ്റൂം മാത്രമേ അവിടെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബെഡ്റൂമിന് അതിൻ്റെ ടോയ്ലറ്റ് വരും. ടോയ്ലറ്റ് അപ്പോൾ ആ കോർണറൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഡിഗ്രി മാറ്റി അതിനൊരു മിഡിലാക്കി അതിന് സെറ്റ് ചെയ്യേണ്ടതാണ്. പടിഞ്ഞാറോ അല്ലെങ്കിൽ ഈ പറയുന്ന തെക്കോ അതിന് ആ ഒരു ഇതിലോട്ട് ടോയ്ലറ്റ് സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നത് വായു കോൺ, അതായത് വടക്ക് പടിഞ്ഞാറ് മൂല, അവിടെ ബെഡ്റൂം നമുക്ക് ചെയ്യാം. ആ കോർണറിൽ ബാത്റൂം മാത്രം അവിടെ ഈ പറയുന്ന മിഡിലാക്കിയിട്ട് അവിടെ ചെയ്യാം. അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് അടുക്കള സ്ഥാപിക്കുന്നതിൽ തെറ്റുണ്ടോ? നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ലെങ്കിൽ ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറ് കിച്ചന് ഒരു തേർഡായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ അവിടെ നമുക്ക് വടക്ക് പടിഞ്ഞാറ് കിച്ചൺ അങ്ങനെ ദോഷഫലങ്ങൾ ആയിട്ടൊന്നും നമുക്ക് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നില്ല. പക്ഷേ ആകെയുള്ളൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഉദയസൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ വടക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് ഉള്ള അടുക്കളക്ക് കടന്നു വരില്ല. അവർക്ക് ഈ പറയുന്ന കിഴക്കോട്ട് ഫേസ് ചെയ്താണ് അവർ തീ കത്തിക്കുന്നതെങ്കിലും അവിടേക്ക് നമുക്ക് സൂര്യൻ്റെ ഉദയം കയറാത്ത ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും വടക്ക് പടിഞ്ഞാറ് അടുക്കള മറ്റുള്ള ദോഷവശങ്ങളൊന്നും
ആ അന്തേവാസികൾ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നില്ല. വടക്ക് പടിഞ്ഞാറ് നമുക്ക് ഇപ്പോൾ പടിഞ്ഞാറ് ദർശനമുള്ളവർക്ക് വടക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് ലിവിങ് ഒക്കെ അവിടെ നമുക്ക് വടക്ക് പടിഞ്ഞാറ് സെറ്റ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ആ ഭാഗം ബെഡ്റൂമും ചെയ്യാം. അത് ഈ പറയുന്ന കിഴക്കോട്ട് ദർശനമുള്ളവർക്ക് ബെഡ്റൂം വടക്ക് പടിഞ്ഞാറ് ചെയ്യാം. പടിഞ്ഞാറോട്ട് ദർശനമുള്ളവർക്ക് സിറ്റ് ഔട്ടും ലിവിങ് ഒക്കെ വടക്ക് പടിഞ്ഞാറ് അനുയോജ്യമാണ്. കൃത്യമായ അതിൻ്റെ ചുറ്റളവും കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ബ്രഹ്മസ്ഥാനം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അവിടെ ഏതൊക്കെ നിർമ്മിതികളാണ് വരാവുന്നത്? ബ്രഹ്മസ്ഥാനത്ത് ഒരിക്കലും ഈ പറയുന്ന ഭിത്തിക്കെട്ടുകൾ, അതായത് കൃത്യം ആ വീടിൻ്റെ ഭാഗം നടുമധ്യം അവിടെ ഈ പറയുന്ന നിർമ്മാണങ്ങൾ ഭിത്തിക്കെട്ടുകളൊന്നും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബെഡ്റൂമിനും അടുക്കളയ്ക്കും എല്ലാം ചുറ്റളവ് കൃത്യമായി പാലിച്ച് ഇപ്പോൾ മരണച്ചുറ്റിയിൽ നിന്നൊക്കെ എല്ലാം ഒഴിവാക്കിയുള്ള ഒരു ഉത്തമമായുള്ള കണക്ക് വേണം എപ്പോഴും റൂമിന് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തും അതുപോലെ തന്നെ കൃത്യമായ കോൽക്കണക്കിൽ അതിൻ്റെ യോനിക്രമം എല്ലാം പാലിച്ചുകൊണ്ട് ഗ്രഹനാഥൻ്റെ നക്ഷത്രം എല്ലാം കൃത്യമായിട്ട് കണ്ടുകൊണ്ട് തന്നെ വേണം ഒരു ഗ്രഹം നിർമ്മാണത്തിന് തയ്യാറെടുക്കാനായിട്ട്. അപ്പോൾ ഒരു പ്ലാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തത കിട്ടിയല്ലോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്ത് അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കൺസൾട്ടൻറ്റിനെ കാണിച്ച് അവരുടെ അഭിപ്രായം നോക്കി ഞാൻ ഈ പറയുന്ന അഷ്ടദിക്ക് പാലകരുടെ അനുഗ്രഹം കൃത്യമായി ഓരോ ഭവനത്തിലും കിട്ടുവാനും വേണ്ടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്തൊക്കെ നെഗറ്റീവ് സൈഡുകൾ നിങ്ങൾക്ക് എന്താ പറയണത്, ഒരു ജാതകപ്രകാരം മോശ കാലഘട്ടം ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാതെ നല്ലൊരു വാസ്തുഭവനത്തിൽ താമസിക്കുകയാണെങ്കിൽ ഈ ദോഷകാഠിന്യം നമുക്ക് പൂർണ്ണമായിട്ടും നീക്കിയെടുക്കാൻ സാധിക്കും. നമ്മളുടെ അനുഭവത്തിലും എല്ലാം ഇത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ തന്നെ അതിനെ ഡിസൈൻ ചെയ്ത് വാസ്തുശാസ്ത്രം കൃത്യമായി പരിപാലിക്കുക.